അവിടെ ക്ലിക്ക് ചെയ്യാ. അവിടെ നിന്റെ ബാക്കിൽ കുപ്പി. എന്താടാ നിനക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ? സാധാരണ നീ കുപ്പിനൊന്നും അടുപ്പിക്കാറില്ലല്ലോ. കഴിഞ്ഞ 3 ദിവസമായിട്ട് അവൾ ആബ്സെന്റ്. അതിന്റെയാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. എടാ കോളേജ് തുടങ്ങിയിട്ട് സെമസ്റ്റർ 3 കഴിഞ്ഞു. ഇവനാണെങ്കിൽ അവളോടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. എനിക്കൊരു നല്ല ചാൻസ് കിട്ടിയിട്ടില്ല. അതാ ഇപ്പൊ കൊന്നേരം ഞാൻ അവനെ. വല്ല ആറ്റിറ്റ്യൂഡ് കാണിച്ചിടക്കണ പെണ്ണാണെങ്കിൽ സമ്മതിക്കാം. അത്രയും ലുക്ക് ഉണ്ടായിട്ടും അതിൻ്റെ ഒരു ജാടയില്ലാത്തൊരു പാവം പെൺകുട്ടി. എടുക്ക് ഫോൺ എടുക്ക്, അവിടെ നമ്പർ ഉണ്ട്, ഒന്ന് വിളിക്ക്, ഒന്ന് മെസ്സേജ് എങ്കിലും ചെയ്യടാ. അങ്ങനെ കണ്ണി കണ്ട ചെക്കന്മാരെ പോലെ ഇഷ്ടമുള്ള പെണ്ണിന്റെ നമ്പർ എവിടെന്നെങ്കിലും ഒപ്പിച്ച് അങ്ങോട്ട് മെസ്സേജ് ചെയ്ത് ശല്യപ്പെടുത്തുന്ന ഈ ചീപ്പ് പരിപാടി ഉണ്ടല്ലോ, അതിനൊന്നും എന്നെ കിട്ടില്ല. അവളുടെ നമ്പർ അവൾ തന്നെ എനിക്ക് തരും. നോക്കിക്കോ. ആരാ ഇത്? നിന്റെ അപ്പൻ. എടാ ദിയ. നടന്ന പോലെ തന്നെ ഈ ചെക്കന് വേറെ ആരെയും കിട്ടിയില്ലേ? നമ്മുടെ കോളേജിലെ ഏറ്റവും ഫേമസ് കപ്പിൾസ് ആരൊക്കെ? ബോബൻ സാർ, മോളി ചേച്ചി. കറക്റ്റ്. അവരെങ്ങനെ സെറ്റായെന്നറിയോ? ഫസ്റ്റ് ഇയർ ഐവി. അവർ മാത്രമല്ല, നമ്മുടെ കോളേജിലെ ഒട്ടുമിക്ക കപ്പിൾസിന്റെയും തുടക്കം ഐവി തന്നെ. സീനിയർ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണെന്ന് വെച്ചോ, ഈ ക്ലാസ് ആവുമ്പോ അറ്റൻഡൻസ്, സെമിനാർ, ലാബ്, എക്സാം, മറ്റൊന്നിനും സമയം കിട്ടില്ല. മറ്റൊന്നിനും സമയം കിട്ടുന്നില്ല. പക്ഷെ ടൂറിന് പോകുന്ന 4-5 ദിവസം ഉണ്ടല്ലോ, ദിയോട് സംസാരിക്കാൻ ഒരു ചാൻസ് ആണ് നീ നോക്കുന്നെങ്കിൽ ഐവിയെക്കാട്ടിലും നല്ലത് വേറെ കിട്ടില്ല. എവിടെ പോയാലും ശരി കാണാൻ എന്തെങ്കിലുമൊക്കെ വേണം. ഒരു ഫോർട്ട്, ഒരു പാലസ്, ഒരു മ്യൂസിയം, എല്ലാം ഒന്ന് കളർഫുൾ ആയിരിക്കണ്ടേ? പക്ഷെ ഒരു ബീച്ചും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ക്യാമ്പ് ഫയർ, മ്യൂസിക്, സൺസെറ്റ്. ഇറ്റ് വിൽ ബി സോ നൈസ്. ഇതൊക്കെ മതിയായിരുന്നെങ്കിൽ നിനക്ക് വീട്ടിൽ നിന്ന് ഡിസ്കവറി ചാനൽ കണ്ടാ പോരുന്നോടാ. കുടുംബത്തിൽ പിറന്ന കോളേജൊക്കെ 10-15 ദിവസം ഐബി എടുക്കുമ്പോൾ നമ്മുടെ കൂടെ കോളേജ് ആകെ 4 ദിവസം നിൽക്കണം. 4 ദിവസം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. എടാ നമുക്ക് നല്ല പാർട്ടി സ്പോട്ടിൽ തന്നെ പോകണം. പക്ഷേ പാലസ്, റേവ്, ബീച്ച് എല്ലാം കൂടി ഒരു സ്ഥലത്ത് നടക്കത്തില്ല. ശരിയാ. പക്ഷെ 2 സ്ഥലം കൊണ്ട് നടക്കും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കോളേജ് ലൈഫിലെ ആദ്യത്തെ ഐവിയുടെ ടൂർ പ്ലാൻ പ്രസന്റ് ചെയ്യാനാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. Okay, now we wanted to give you the best possible views. അതിമനോഹരമായ വിഷ്വൽ. അത് സോറി. പക്ഷേ ഇതിലും മനോഹരമായ വിഷ്വൽസ്, വേൾഡ് ഫേമസ് പാലസുകൾ, ഹിസ്റ്റോറിക്കൽ ഫോർട്ട്സ്, സൗത്ത് ഇന്ത്യൻ കൾച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. നമ്മുടെ ഐവിയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പണ്ട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ പഠിച്ച വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്ന ഹംപിയാണ്. കമ്പിയോ? കമ്പി അല്ലടേ, ഹംപി. ഇതൊരു തീർത്ഥാടനമായിട്ട് തീരോ? ഞാനിപ്പോ മലയ്ക്ക് പോയി വന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹംപിയിലേക്ക് മാത്രമല്ല പോകുന്നത്. 2 ദിവസത്തെ ഹംപി ടൂർ കഴിഞ്ഞ് നമ്മൾ നേരെ വിടുന്നു ഇന്ത്യയുടെ തന്നെ പാർട്ടി ക്യാപിറ്റലിലേക്ക്. ഐവി ഡെസ്റ്റിനേഷൻ നമ്പർ 2, ഗോവ. 2 days in Hampi, 2 days in Goa. We are gonna have a blast, guys! ഇതൊന്നും ഇവിടെ നടക്കില്ല. ഗോവ എങ്ങനെയാ സൗത്ത് ഇന്ത്യയിലാകുന്നത്? Of course, sir. ടെക്നിക്കലി സ്പീക്കിംഗ് ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊരു ഡിവിഷൻ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഗോവ സൗത്ത് ഇന്ത്യയിലാണ്. ഹംപിയിലും ഗോവയിലും ഏത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ പോകുന്നത്? സർ, ഇൻഫോസിസ്, കോഗ്നിസന്റ്, എക്സൽസോഫ്റ്റ്, ആബസോഫ്റ്റ്, LNT ഇതുപോലെ 50-ൽ പരം ഇൻഡസ്ട്രീസ് മൈസൂരിലുണ്ട് സർ. മൈസൂർ ഓൺ ദ വേ ആണ്. ട്രസ്റ്റ് മീ സർ, ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് ഇതൊരു പെർഫെക്റ്റ് ഐവി ആണ്. ഈ 4 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങൾ ഇവിടെയൊക്കെ തിരിച്ചു പോയിട്ട് വരും? സർ, 27th വരെ ക്രിസ്മസ് ഹോളിഡേസ് ആണ്. 28th മുതൽ 31st വരെ ഞങ്ങൾ ഐവിക്ക് വേണ്ടി ലീവ് എടുക്കുന്നു. ഫസ്റ്റ് സൺഡേ ആണ്. സോ ബേസിക്കലി 4 ദിവസം ലീവ് എടുത്താൽ ഞങ്ങൾക്ക് 6 ദിവസം കിട്ടും. സർ എല്ലാം ഓക്കെ അല്ലേ? അപ്രൂവ്ഡ്. സാറേ ഇവരെ ഗോവയ്ക്ക് വിടാൻ പറ്റത്തില്ല സാറേ. അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല പറയട്ടെ. ഓക്കെ, നൗ വി ഹാവ് എ സ്പെഷ്യൽ സർപ്രൈസ്. ഐവിയുടെ ലാസ്റ്റ് ദിവസം 31st രാത്രി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നു ഇന്ത്യയുടെ തന്നെ ബിഗ്ഗസ്റ്റ് പാർട്ടിയിലേക്ക്. സൺഡൗൺ പാർട്ടി. വരുൺ,
വരുണേ എന്താടാ? എടേ ഈ സൺഡൗണിന്റെ ടിക്കറ്റ്സ് ഒക്കെ മാസങ്ങൾക്ക് മുമ്പ് വിറ്റുപോയി കാണില്ലേ? പിന്നെ ഈ അവസാന നിമിഷം എവിടെ നോപ്പിക്കാനാ? എന്തെങ്കിലും വഴി കാണാതെ ഞാൻ അത് ഏറ്റെടുക്കൂ. ടിക്കറ്റ്സിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അളിയോ യു ആർ ദ മാൻ, ദ കരിങ്കൽ, ദ കൊടുങ്കാൽ. ഉണ്ണികൃഷ്ണൻ come here. ഇപ്പോ കേട്ടോ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? ടക്ക് ന്യൂ ഷർട്ട്. ഇങ്ങനെയും ഡ്രസ് ചെയ്യാട്ടോ. വാട്ട് ഈസ് ദിസ്? വാട്ടല്ല ഹു വെരി ഈസ് യുവർ ഐഡി? ദേ താനെന്താ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? തന്റെ മുഖം അത്രയ്ക്ക് മോശമാണോ? ആഹാ, താൻ ഓഫീസിൽ പോയി 1000 ഫൈൻ അടച്ച് പുതിയ കാർഡോടെ കൊണ്ട് കയറിയാൽ മതി. Get out. ഓക്കെ സാർ. സാർ ഒരു 1000 രൂപ ഉണ്ട് കടമായിട്ട് എടുക്കാൻ. Get out. കറക്റ്റ്. ലവ് ലെറ്റർ എഴുതണം, വല്ല കഷ്ടപ്പാട് നിനക്ക് വല്ല അറിയണോ? ഗുഡ് മോർണിംഗ് മാം. Good morning. Good morning. Good morning. Ma'am, ഇന്നെന്താ സ്പെഷ്യൽ? മാക്രോൺസ്. നിങ്ങളുടെ ഐവിക്ക് കൂടെ വരുന്ന ഫീമെയിൽ സ്റ്റാഫ് ഞാനായിരിക്കും. So see you all tomorrow. ആൻഡ് സ്റ്റുഡൻസ്, നാളെ നിങ്ങൾ പോകുന്ന ഐവിക്ക് മെയിൽ സ്റ്റാഫായി നിങ്ങളോടൊപ്പം വരുന്ന ഞാനായിരിക്കും. ഓക്കെ? ഇതൊക്കെ ഓക്കെ, ബട്ട് ഐ ഹാവ് വൺ കണ്ടീഷൻ. ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഒരുമിച്ചിരിക്കലൊന്നും നടക്കില്ല. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്ട്രിക്റ്റ് ഓർഡേഴ്സ് ഉണ്ട്. സോ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഇപ്പോഴാണ് സമാധാനമായത്. കപ്പിളായിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഭയങ്കര മോശമായി പോയല്ലേ? ഒന്ന് പോടാപ്പാ. നീ ആദ്യം പോയി അവളോടൊന്ന് സംസാരിക്കുക, എന്നിട്ട് മതി കപ്പിളായിട്ട് പോയി ഇരിക്കലൊക്കെ. ഇതിപ്പോ ക്രിസ്തുവാണ് പറയുന്നതെങ്കിൽ സമ്മതിക്കും. അടുപ്പിച്ച് നിൽക്കുന്നേ. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. വലിയ കുടി തുടങ്ങി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാവരും മാറ്റിവെച്ചോ. നാളെ ഞാൻ എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്യുന്നതാണ്. മേടിച്ച കുപ്പിയൊക്കെ എന്താ ചെയ്യണ്ടേ? അതൊന്നും രണ്ടല്ല, 5 ലിറ്ററാ, അതും ഹോട്ട്. പുള്ളിക്കാരൻ പൊക്കി അവിടെ കഴിഞ്ഞ ഐവി. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. അല്പം കടന്നു കയ്യാ. നീയോ? നീയല്ലേ കഴിഞ്ഞ ദിവസം ബസ് ബുക്ക് ചെയ്യാൻ വന്നേ? അതെ ചേട്ടാ, ഇവൻ എൻ്റെ ഫ്രണ്ടാ. ഫ്രണ്ടാ? സാറ് ബാഗ് അയക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുപ്പി ബസ്സിൽ ഒളിപ്പിക്കാൻ കരുതി. എന്നിട്ട് കുപ്പി എവിടെ ഒളിപ്പിച്ചേ? അത് ഈ സാറന്മാരൊക്കെ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയില. കൊള്ളാം, ആശാന്റെ നെഞ്ചത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ആശാന്റെ ആസനത്തിനടിയിൽ നീ ഇപ്പോഴാ കേൾക്കുന്നേ. നിങ്ങൾ വിട്ടോ. ശരി, ഗുഡ് നൈറ്റ്. എടാ മക്കളെ, അതെ എൻ്റെ മനസ്സ് പറയുന്നു ഇതൊരു 1.5 ട്രിപ്പായിരിക്കും. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇല്ല. എനിക്കും അറിയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഞ്ഞൂറ് സ്റ്റെപ്പും കുറെ കൊരങ്ങന്മാരും. അതാ ഈ അമ്പലത്തിന്റെ പ്രത്യേകത. എടാ നമുക്കേ ഈ വ്യൂ ഒക്കെ പതുക്കെ കണ്ടു പോവാം. അല്ലെങ്കിലേ നമുക്ക് അങ്ങ് വേഗം വിട്ടാലോ? സൺറൈസ് മിസ് ചെയ്യണ്ട. കണ്ട് വന്നോളാം. തുള്ളിച്ചാടി പോകുന്നുണ്ടല്ലേ? വെറും ബോറനല്ലേ? എടാ ആമ്പിള്ളേരാ, നട്ടല്ലേ ഒരു അല്ലേ? നമ്മളിങ്ങനെ നേരെ നിക്കണം. എന്ത് വന്നാലും നമ്മൾ വളയാൻ പാടില്ല. എന്നാ പിന്നെ ഞാനും കൂടെ അങ്ങ് പോവാല്ലേ? ബൈ. പതുക്കെ പോ. ട്രൈ ചെയ്യുന്നു. സാധനമില്ല. എടാ നീ അവിടെ എന്ത് മാങ്ങ പറിച്ചോണ്ടിരിക്കടാ? എനിക്ക് 2-3 കോൾസ് ഉണ്ട്. നീ വിട്ടോ, ഞാൻ വന്നേക്കാം. അവൾക്ക് ഒടുക്കത്തെ സ്റ്റാമിനടാ. അങ്ങനെ പട്ടി ചിന്ന അങ്ങനെ വെച്ചു. ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് എനിക്ക് ഇതാണോ ഫോട്ടോ എടുക്കാൻ കിട്ടിയത്? നിനക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയെ പറ്റി എന്തറിയാടാ? ഈ പട്ടിയാണോ എൻ്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി? എന്താ സോറി, പട്ടിയുടെ ലൈഫ് എന്ന വൈൽഡ് അല്ലേ? നീ കളിയാക്കിക്കോടാ. നോക്കിക്കോ, ഒരു ദിവസം ഞാനോ വലിയൊരു ഫോട്ടോഗ്രാഫർ മൈക്കിൾ ഷൂമാക്കറിനെയൊക്കെ പോലെ മോരടാൻ വെറുതെ അല്ല അവള് നിന്നോട് നോ പറഞ്ഞേ. പോടാ നീ പോടാ.
എനിക്ക് അവളോടൊന്ന് മിണ്ടണം. അവളവിടെ നിപ്പുണ്ടല്ലോ, മിണ്ടിക്കൂ. എന്നെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അസ്ഥിക്ക് പഠിച്ചിരിക്കുവാണല്ലേ. എടാ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളുടെ ആ കൊന്ത്ര പല്ലും തൊണ്ട കീറുള്ള ശബ്ദം കുളിക്കുക പോലും ചെയ്യാതെ ക്ലാസ്സിലേക്കുള്ള വരവും. എടാ അവളുടെ ഓരോ ഇംപെർഫെക്ഷൻസ് കാണുമ്പോഴും എനിക്ക് അവൾ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നണേ. എല്ലാവരും അവളുടെ ലുക്കിനെ പറ്റിയും ഡ്രസ് സെൻസിനെ പറ്റിയും ഹെയർ സ്റ്റൈലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാനൊന്നും നോക്കിയിട്ട് പോലുമില്ല. പിന്നെ നീ എന്താ നോക്കാറ്? എടാ ഇങ്ങനെ പേടിക്കാനും മാത്രം അവൾ എന്ത് ചെയ്യാനാ? അവൾ എന്ത് ചെയ്യുന്നല്ല, ഞാൻ എന്ത് ചെയ്യുന്ന എൻ്റെ പേടി. നിങ്ങളൊക്കെ അവളുടെ ഫ്രണ്ട്സ്, നിന്റെ ഗേൾ ഫ്രണ്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എങ്ങാനൊന്ന് പ്രപ്പോസ് ചെയ്ത് അവൾ നോ പറഞ്ഞാ എല്ലാം കൊള്ളാവില്ലടാ. ഇപ്പോഴാണെങ്കിൽ ഒന്ന് കണ്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കണമെങ്കിലും ഉണ്ട്. ഇനി അതോടെ നിന്നാ ഇനി 3 വർഷം ബാക്കിയുണ്ട്. ഞാൻ എങ്ങനെയാണ് അവളെ ഫേസ് ചെയ്യുക? ഇതൊക്കെ അവൾ നോ പറഞ്ഞാലല്ലേ? അവള് യെസ് പറഞ്ഞാലോ? ഞാനും നീയും ഫ്രണ്ട്സ്, നമ്മുടെ ഗേൾ ഫ്രണ്ട്സും ഫ്രണ്ട്സ്. ഇനി 3 വർഷം ബാക്കി. നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്ലിപ്പ്. നീ എന്താ അങ്ങനെ ആലോചിക്കാത്തെ? വന്നേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബാക്കി നമുക്ക് നല്ലൊരു ഹംപി ദോശ കഴിച്ചോണ്ട് സംസാരിക്കാം. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. അപ്പൊ ഈ തൊണ്ടയിൽ മാത്രമല്ല മനുഷ്യന്മാര് പാടുന്ന പാട്ടും അറിയാലേ. ഹോസ്റ്റൽ വിളിച്ചിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ചെയ്തോളാം. എന്താ കേൾക്കുന്നത്? ശരി. യേശുദാസ് ആയിരിക്കും അല്ലേ അയൺ മേഡന്റെ ലീഡ് സിംഗർ? എടി പൊട്ടി, ഡി അങ്ങോട്ട് നോക്ക്. ഓക്കെ ഓക്കെ, ഇപ്പൊ വരാം. ബിസിയാണോ? ദിയരോട് ഒരു ഫുൾ ഡേ കറങ്ങി നടക്കാനുള്ള ചാൻസ് നിനക്ക് ഇപ്പൊ കിട്ടും. കൂടുതലൊന്നും പറയാൻ സമയമില്ല. ഹിന്ദിക്കാർ ഓൾറെഡി ബളം വെച്ച് തുടങ്ങി. നീ നോക്കോ. ഹിന്ദിക്കാര് ബസ് ബസ് ഭയ്യ. പണ്ട് ദസറ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് രാജാവ് താഴെ നടക്കുന്ന പാട്ടും ഡാൻസും പട്ടാളത്തിന്റെ മാർച്ചും ഒക്കെ കണ്ടിരുന്നത്. ഹിസ്റ്ററി ക്ലാസ് ഒന്നും മതിയാക്കടാ, ഞങ്ങളെ അടുത്ത സ്ഥലം കാണിച്ചതാ. എടാ ഹംപി അങ്ങനെ ഒരാൾ കാണിച്ചു തരേണ്ട സ്ഥലമൊന്നുമല്ല, സ്വയം കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ്. ഇറ്റ്സ് an explorer's paradise. ഇന്ന് ഹംപിയിലെ നമ്മുടെ ആദ്യത്തെ ദിവസത്തിന് വേണ്ടി വരുൺ ഹാസ് പ്ലാൻ സംതിങ് റിയലി അമേസിംഗ്. 4 ക്ലൂ, 4 ലൊക്കേഷൻ, 4 മണിക്കൂർ. ഹംപി മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മാസിവ് ട്രെഷർ ഹണ്ട്. ഞാനിപ്പോ ഒരു ക്ലൂ തരും. അത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത ലൊക്കേഷനിലെത്തും. അവിടെ ചെല്ലുമ്പോൾ അടുത്ത ക്ലൂ. അങ്ങനെ 4 ക്ലൂ സോൾവ് ചെയ്ത് ആദ്യം ഫിനിഷ് ലൈനിൽ എത്തുന്ന ആൾക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ്. സർപ്രൈസ് എന്താ? സർപ്രൈസ് എന്താണെന്നൊക്കെ പറയാം, പക്ഷെ ആദ്യം ടീം ഫോം ചെയ്യും. ബജാലെ എന്നെ കൂടെ കൂട്ടുവോ? വേണ്ട, നീ ഞങ്ങളുടെ ടീമിലുണ്ട്. ഗുഡ് ബൈ. ഇവരൊക്കെ ഓൾറെഡി. അക്ഷയ് കുപ്പി അവളെയും കൂടെ നമ്മുടെ ടീമിൽ കയറിനായിരിക്കും അല്ലേ? ദിയ, നമുക്ക് ഈ സംരംഭത്തെ ഒരുമിച്ച് നേരിട്ടാലോ? പിന്നെന്താ ദേവിക? ഞാനില്ല, ഞാനും ഗൗതം പ്ലീസ്. ചക്കര ചലോ ചലോ ബസ്. എല്ലാരും റെഡിയല്ലേ? ഞാൻ ഫസ്റ്റ് ക്ലൂ പറയാൻ പോവാണ്. പാപി ചെല്ലുന്നിടം പാതാളം. ഓക്കേ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. ബജാലെ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണോ? നോക്കാന്നേ. ഓക്കെ ഓക്കെ, പാതാളം.
ഇവിടെ എല്ലാം കുഴിച്ചിട്ടുണ്ടോ നോക്കിയേ. ഓക്കെ എന്തുവാടേത്? ഞാൻ ഓൺലൈൻ നോക്കാം, നീ ബുക്കിൽ പക്ഷെ നമ്മളിപ്പോ എവിടെ നോക്കും? ഗൗതം, എനിക്ക് ആൻസർ കിട്ടി. തന്നെ ഒരു രസമല്ല. ഞാനും നിന്റെ കൂടെ കൂടിക്കോട്ടെ. നിനക്ക് കിട്ടിയോ? ആ. വേറെ ആർക്കും കിട്ടിയിട്ടില്ല, നമ്മളാ ഫസ്റ്റ്. ഞങ്ങൾക്ക് കിട്ടി. അതെ, ഈ പാപം ചെയ്ത എവിടെ പോന സാധ്യത? ഒന്നില്ലെങ്കിൽ ജയിൽ, അല്ലെങ്കിൽ നരകം. പാപം ചെയ്താ വല്ല പള്ളിയിൽ പോയി കുമ്പസാരിക്കണം. കിട്ടി കിട്ടി, വാ 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 വാ. വേഗം പോ, അതിനും വരനും. ജോസേട്ടൻ ചാച്ചില്ല. എന്താടാ? പണിപാളി. നമ്മുടെ കുപ്പിയാരോ കിഡ്നാപ്പ് ചെയ്തോ? അല്ലടാ, ഇത് ചുമ്മാ നമ്മുടെ ക്ലാസ്സിൽ ഏതോ തെണ്ടി നമ്മളെ വട്ടാക്കുന്നത്. ഇതങ്ങനെ പിള്ളേളിയൊന്നുമല്ല. അല്ല, ഐവിയുടെ പേര് പിരിച്ച് കാശ് കൊണ്ട് വാങ്ങിയ കുപ്പികളാ. കള്ളക്കണക്ക് ഉണ്ടാക്കി മടുത്തു. ഇതെങ്ങാണ് എടുത്തവന് എന്റെ കൈ കിട്ടിയ സീറ്റിന്റെ അടി നീട്ടിയതാ. നോക്കട്ടെ, ഉത്തരങ്ങൾ അപ്പുറത്ത്. എടാ, മര്യാദക്കേ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേരാ. ഇപ്പൊ മൊത്തം ക്ലൂ ആയി. ക്ലൂ അനുഭവിച്ചോ? നമ്മുടെ റൂമിന്റെ അപ്പുറത്താരാ? മിറാഷ്. എടാ, മണ അടിച്ച ബോധം കിടന്ന പാട്ടിയാ. പിന്നെയാണ് ഇവിടെ കുപ്പി നിന്റെയോ? എടാ, അങ്ങേര് അവൻ നല്ല ചാൻസ് ഉണ്ട്, ഞാൻ പറയാം. എടാ, ആ പുല്ലന്റെ കണ്ണ് കണ്ടറിയാം. വൺ ടാങ്ക് സാർ എങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പൊ ഐവിയുടെ ആയിരുന്നു തീരുമാനമായേനെ. കറക്റ്റ്. നിങ്ങളിങ്ങനെ കടങ്കഥ കളിച്ചിരുന്നോ? ഇത് ചൂടാവുന്ന എന്തിനും? ലവ്ലി മിസ്. കാഞ്ഞിരപ്പള്ളി നസ്രാനിയാ. എന്താ ഉത്തരങ്ങൾ അപ്പുറത്ത്. നിരന്തരമായ സ്റ്റെപ്സ്. ബോട്ടും പാലവും ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഏറ്റവും അടുത്തുള്ള പാലം 40 കിലോമീറ്റർ അപ്പുറയാ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? വഴിയുണ്ട്. വഴി നീ കേറുന്നില്ലേ? ഞാനെങ്കില്ല, നല്ല അടിയൊഴുക്കുള്ള സ്ഥലാ. എടാ, ഇതിൽ എല്ലാ ദിവസവും 8-10 പേര് കേറുന്ന, ഒരു കുഴപ്പമില്ല, നീ വാ. അതൊക്കെ ഡ്രൈവർ ഉള്ളപ്പോഴല്ലേ? ഡ്രൈവറാ? കേറി വാടാ. കുപ്പി അപ്പുറത്തന്നെ. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഞാൻ ഹോട്ടലിൽ തപ്പാം, കിട്ടിയ വിളിച്ചാൽ മതി. പോട്ടെ വണ്ടി തെക്കോട്ട്. എന്താണ് നമ്മൾ ഇവിടെ എത്താത്തെ? ഈ ഗൗതമിന്റെ ഇല്ല ഇനിയിപ്പോ. വരുണേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? പേടിയാണ്, നീ വിട്ടോ. ഇത് എടുത്തവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാതെ ഞാൻ എങ്ങോട്ടുമില്ല. എടാ, പതുക്കെ പോ, ഞങ്ങളും വരുന്നുണ്ട്. ഗൗതം കൈ പിടിക്കും. കൈ പിടിക്കട്ടോ. മരം അത് ശരി. അപ്പൊ നിങ്ങളാലടാ കുപ്പിയൊക്കെ എടുത്തേ?
സത്യം പറയടാ, ബാക്കി കുപ്പിയൊക്കെ എന്തേ? ഒരൊറ്റ കുപ്പി തന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എവിടെയാണെന്ന് എന്തിട്ടാടാ ഇത്? ഒറ്റ കുപ്പിയോ? ആരുടെ നിങ്ങൾ കുപ്പിയൊക്കെ തന്നെ? ഹായ്. ഹംപിയിലെത്തിയിട്ട് പൊട്ടിപ്പൊളിഞ്ഞ കുറെ കൊട്ടാരങ്ങൾ മാത്രം കണ്ടാൽ മതിയോ? ദിസ് ഇസ് ദി അതർ സൈഡ്. പുറം ലോകം കാണാത്തൊരു ഹംപി. ഇവിടെ ഇന്ത്യക്കാരില്ല. പിന്നെ രാത്രി വന്നിട്ടേ കാര്യമുള്ളൂ. അതൊന്നും എന്തായാലും നിങ്ങൾ സമ്മതിക്കാൻ പോണില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. എന്ത്? San lo primero, cliente de India o día. Las cervezas son gratis. സംക്രാന്തിയാ? ജി കുസൂർ. Muchas gracias. Bye. ആരെന്നാ പറഞ്ഞേ? നമ്മളാണ് ഇന്നത്തെ ആദ്യത്തെ ഇന്ത്യൻ കസ്റ്റമേഴ്സ്. സോ ഡ്രിങ്ക്സ് ഫ്രീ. ഹൈ കൊള്ളാലോ അല്ലേ? നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞങ്ങൾ പോയി എടുത്തിട്ട് വരാം. ഓക്കെ, അല്ല ഞാൻ പോയിട്ട് വരാട്ടാ. സെറ്റപ്പ് കൊള്ളാം. വെള്ളടിക്കാനോ? അതൊന്നും ശരിയാവത്തില്ല. എന്താടാ പെമ്പിള്ളേർ വെള്ളമടിച്ച് ആകാശം അടിഞ്ഞു വീഴും? എടാ, ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല അവരുടെ ജീവിതം. ഞാൻ അതൊന്നും അല്ല പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇങ്ങനെ അടിച്ചമർത്തി മതിയായില്ലേ? നിങ്ങൾ ഇത്രയും റേസിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. സെക്സിസ്റ്റ്. കേസ് ക്ലോസ്ഡ്. I've traveled all around India. I've been to Gokarna, Assam, Kaso. I've also been to Kerala, to this beach by the cliff. വർക്കല. Varkala. Oh yes, it was really nice. പുള്ളിക്കാരി ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. കേരളവും. Really nice place. സെൽഫി വിത്ത് മദാമ ചേച്ചി. ഹൈ. സീരിയസ്ലി റേഞ്ച് പോലില്ല. എന്താ അല്ലേ, നമ്മളെക്കാട്ടിലും കൂടുതൽ ഇന്ത്യ കണ്ടിട്ടുള്ളത് ഇവരൊക്കെയാ. കേൾക്കാൻ നല്ല രസമോ? ഇങ്ങനെ കറങ്ങി നടക്കാനേ കുറെ കാശ് വേണം. ഓ പിന്നെ, എൻ്റെ വീട്ടിൽ നിന്ന് 750 ഒരു ടിക്കറ്റ് എടുത്ത ബേക്കൽ ഫോർട്ട് പോയിട്ട് വരാം. നീ എത്ര തവണ പോയിട്ടുണ്ട്? പോയിട്ടില്ല. ഫിറ്റാണോ? കുറച്ചധികം. കണ്ടില്ലടാ, ഇവരൊക്കെ ജീവിതം ശരിക്കും എൻജോയ് ഉണ്ടല്ലോടാ. ഇവരൊക്കെ അവനവന് വേണ്ടിയാ ജീവിക്കുന്നത്. എന്ന് വെച്ചാ ഇപ്പൊ നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി ജീവിച്ചു. ഇനി കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മള് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കും. എന്നിട്ട് ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ആര് ജീവിക്കും? അവർക്ക് വേണ്ടി അവരെന്നെ ജീവിച്ചോട്ടെ. 20 വർഷത്തിന് ശേഷം ഇതേ സ്ഥലത്ത് ഇതേ ദിവസം ഇതേ സമയത്ത് നമ്മളെല്ലാവരും എത്തുന്നു. ഓക്കെ, കൈ വെക്കട്ടെ. ആ കുപ്പിയും കൂടെ വെച്ച്. നീ ഓർക്കണം, പണ്ടൊരു നാൾ ഇലക്ട്രിക്കൽ ലാബിൽ വെച്ച് ആ തെണ്ടി ചാക്കോ സാറിന് ID കാർഡ് വെച്ചത് 1000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ടാ. 1000 രൂപ. പൊട്ടിന് ഇതെല്ലാം മിസ് ചെയ്തു അല്ലേ? എന്ത് ചെയ്യാനാ, അവന്റെ തെറ്റ് തന്നെയല്ലേ. അവന് വെള്ളം പേടി, ഇരിക്കാൻ പേടി, നിക്കാൻ പേടി, ഹൈറ്റ് പേടി. ഒരാളെ ഇത്രയും പേടി ഉണ്ടാവാൻ പാടുണ്ടോ? ദർശന, നിനക്ക് എന്റെ മോൻ കണ്ട മനസ്സിലാവില്ല? മനസ്സിലാവും. എടാ, ഗാന്ധിജിക്ക് ID കാർഡ് ഉണ്ടോ? ഇല്ല. നീ എനിക്ക് 1000 രൂപ ഒന്നും. I love you. ഗോവയില് ഞാൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസ്? I love surprises. ഇതുവരെ ഫുൾ എനിക്ക് പുള്ളിക്കാരനെ ഇപ്പൊ കാണണം. ഇങ്ങനെ പാന്റെ കൂടെ സെഞ്ചുറി എന്ന് പറയണടാ. അയ്യോ, ഇവരെങ്ങനെ? Get inside. നിങ്ങളും